ഉദാരമായി സംഭാവനയാണ് സാർ. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിൽ കൂടി 756 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 7 പേരിൽ ഒരാൾ പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ ചെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ ചോദിച്ചേ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണി വല്ലതും അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ ഈ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ? അതടുത്ത് പുറത്തോട്ട് വയ്ക്കൂ. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ, വാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞിരുന്നില്ല, ഭാഗ്യം. കണ്ട, ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറണ്ടേ, കർണാടക ടൊറണ്ടേ, ആന്ധ്ര ടൊറണ്ടേ, തമിഴ്നാട് തൊണ്ടടേ. എന്ത് വേണം? ഞാനിങ്ങോട്ട് സ്ഥലം മാറി വന്നൊരു പോലീസുകാരനാണ്. പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണോ? ഇല്ല, കുറച്ചുകൂടി പോണം. കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ആ വളവ് തിരിഞ്ഞാ മതി, അപ്പൊ കാണാം. അബദ്ധമായിപ്പോയി. ആ ജീപ്പിൽ തന്നെ പോകാമായിരുന്നു. ഞാനൊരു ടാക്സി ജീപ്പിലാണ് വന്നത്. ഇനി ഈ പെട്ടിയും തൂക്കി പിടിച്ച് നടക്കണ്ടേ? ഈ പെട്ടി ഇവിടെ നിന്ന് വെച്ചോട്ടെ. പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്ന് എടുത്തോളാം. അത് വേണ്ട, നിങ്ങൾ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിലോ? മറ്റാരെങ്കിലും കാണാതിരിക്കുവോ? മറ്റാരും ഇവിടെ ഇല്ല. ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, അയാൾ വീട്ടിൽ പോയിരിക്കുക. ഇനി നാളെ വരൂ. സിസ്റ്റർ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത്. പക്ഷെ എനിക്ക് വെളിയിലേക്കൊന്ന് പോണം. സിസ്റ്റർ പോയിക്കോളൂ, തിരിച്ചു വരുമ്പോ ഞാൻ വരാം. നേരത്തെ വരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ ഇതും കൊണ്ടങ്ങ് പോയേച്ചാ മതി. അങ്ങനെ പറയരുത് സിസ്റ്റർ. അല്പം മനുഷ്യത്വം കാണിച്ചുകൂടെ? ഞാനൊരു മനുഷ്യനല്ലേ? മനുഷ്യനാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇയാൾ ആരാലില്ലാമേ? എനിക്കറിയില്ല. പോലീസുകാരനാണെന്ന് പറഞ്ഞ് കയറി വന്നിരിക്കുന്നു. പെട്ടി വെക്കണം പോലും. പെട്ടിയോ? പോലീസുകാരനെ പെട്ടി വെക്കുന്ന പോലീസ് സ്റ്റേഷനിലല്ലേ? ഹെൽത്ത് സെന്ററിലാണോ? ഒന്നിറങ്ങി പോണം മിസ്റ്റർ. പെട്ടി വെക്കാൻ കണ്ടൊരു സ്ഥലം. ഓ, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പിന്നെ പെരുത്ത് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടോളും, താമസിയാതെ. ഓ, പേടിപ്പിക്കുകയായിരിക്കും. ഒന്നിറങ്ങി പോണം മിസ്റ്റർ. പോകാം, പക്ഷേ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഞാനും ഉണ്ടാവും. ഓ, സന്തോഷം. അപ്പൊ നമുക്ക് പിന്നെ കാണാം. വരട്ടെ. വന്ന് കേറിയില്ല, അതിനു മുമ്പേ പെട്ടി വെക്കണം. എടാ ജാണി, നീ ഇപ്പോഴും സർവീസിലുണ്ടോ? പരമാനന്ദം പിള്ളച്ചൻ ഇവിടാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ ആ പെണ്ണുകേസൊക്കെ എന്താ? സസ്പെൻഷൻ എപ്പോ തീർന്നു? പെണ്ണുകേസ് തീർന്നു, സസ്പെൻഷൻ പീരീഡും കഴിഞ്ഞു. സസ്പെൻഷൻ കാലത്തെ ശമ്പളവും കിട്ടി. അയ്യോടാ, അതെങ്ങനെ? രൂപ വാരി എറിഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? അതിരിക്കട്ടെ, പരമാനന്ദം പിള്ളച്ചൻ ഇവിടെ വന്നിട്ട് എന്തുണ്ടാക്കി? ഒരു കൊല്ലം ഇവിടെ ജോലി നോക്കിയാൽ കോടീശ്വരനായിട്ട് മടങ്ങി പോകാമെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. കഞ്ചാവ് കൃഷിക്കാരുടെ നാടല്ലേ? ഈ നാട്ടിൽ പലയിടത്തും കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ പങ്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നെ നിനക്ക് പണ്ടേ അറിയാം. അതുകൊണ്ടല്ലേ ചേട്ടനെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്.
കൈക്കൂലി വാങ്ങുന്നത് പോയിട്ട് ഒരു തെറി പോലും പറയാത്ത ചേട്ടൻ എങ്ങനെ ഇവിടെ വന്നു? ഈ വയസ്സുകാലത്ത് ഞാനും വല്ലതും ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് മേലധികാരിയൊക്കെ തോന്നിയിരിക്കും. പക്ഷേ എന്ത് ഫലം? ഞാനാണെങ്കിലേ 25,000 രൂപ കൈക്കൂലി കൊടുത്താ ഇങ്ങോട്ട് സ്ഥലം മാറ്റം മേടിച്ചത്. അപ്പോ നീ അത് മുതലാക്കുമെന്നുള്ളത് തീർച്ചയാ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ ചേട്ടാ? പിന്നെ ഒരു കാര്യം, ആ ഇവിടെ മുതലാളിമാര് കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്. പോലീസുകാരൻ തൊട്ട് മന്ത്രി വരെ ഉള്ളവർക്ക് അതിന്റെ വിഹിതവും കൊടുക്കുന്നുണ്ട്. ഓഹോ. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ, അവര് പരമപാവങ്ങൾ, പിന്നെ നല്ലവരുമാണ്. പിന്നെ ഈ പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ ഒരുമാതിരി ഒരു 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 വിരിവിരിപ്പുണ്ടല്ലോ. എന്താടാ ഉത്തരവ്. ആ സുഖക്കേടുണ്ടല്ലോ, അതിവിടെ കാണിക്കരുത്. ഈ ഷേപ്പേ മാറിപ്പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതൊക്കെ ഞാൻ നിർത്തി പരമാനന്ദം പിള്ള ചേട്ടാ. നീയോ? എടാ ജാണി, അണ്ണാ മരം കയറ്റം മറന്ന കഥ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോടാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ നിന്റെ ഇഷ്ടം. ആ നീ പോയി ഈ സൂത്രമൊക്കെ അകത്തോണ്ട് വെച്ചിട്ട് വേഗം റെഡിയാവാൻ നോക്ക്. പോയി കുളിക്കടാ പോ. ശരി. ഒരു കാര്യം പൗലോസേട്ടൻ മനസ്സിലാക്കണം. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷൂർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ല പോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണൂ. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചു കൊടുക്കും അല്ലേ? ആ ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ വേറെ ചെറുക്കനുണ്ടോ? ആ, ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര് കാണാനൊക്കെ മിടുക്കനാണ്. അയ്യോ പിന്നെ ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ? ഞാൻ പറഞ്ഞാൽ സാറ് കരയും. ആ, എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ആ, ഇനി ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ. ചേട്ടാത്തി, ത്രേസ്യാമ്മ കഞ്ഞി കുടിച്ചോ? ആദ്യം കുറെ മടി കാണിച്ചു, പിന്നെ നിർബന്ധിച്ചപ്പോ കുടിച്ചു. എന്നും അങ്ങനെയാ. ത്രേസ്യാമ്മയുടെ കാര്യം ചേട്ടത്തി വലിയ ബുദ്ധിമുട്ടായി അല്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ടാ. ത്രേസ്യാമ്മ വാദം വന്ന് കിടപ്പായി പോയത് കൊണ്ടല്ലേ? ദൈവം എന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ മരിക്കാനും ത്രേസ്യാമ്മ വാദം വന്ന് വീഴാനും ചേട്ടത്തി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഒക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ പാത്രമൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ ഈ കാര്യം എപ്പോ പറയാൻ തുടങ്ങിയാലും ചേട്ടത്തി ഒഴിഞ്ഞു മാറും. ഇന്നത് പറ്റില്ല. ചേട്ടത്തിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അക്കാര്യം പറ. ചേട്ടത്തി, ചേട്ടത്തിക്ക് എന്നെ വെറുപ്പാണോ? കൈയെടുക്ക മത്തായിക്കുട്ടി. ഇല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ ഞാൻ കൈയെടുക്കില്ല. എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ കൈയെടുക്കില്ല. ചേട്ടത്തി എന്നെ എന്ത് വേണേ ചെയ്തു. ആളുകൾ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ലേ ചേട്ടത്തി? നീയും നിന്റെ ഭാര്യയും മക്കളും കാണാമറയത്ത് പോയി സുഖമായി കഴിയുന്നു. നിന്റെ ചേട്ടന്റെ ഭാര്യയും മക്കളും എങ്ങനെ കഴിയുന്നു നീ അന്വേഷിക്കാറുണ്ടോ മത്തായിക്കുട്ടി? ഇന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുമോ? ചിറ്റപ്പം വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. അപ്പച്ചൻ മരിച്ചുപോയെന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വകയൊക്കെ അപ്പച്ചൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരി. പക്ഷെ ഇങ്ങനെ കഴിയാനുള്ളവരാണോ നിങ്ങൾ? ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്നേക്കാൾ സുഖമായി ജീവിക്കേണ്ടവരല്ലേ? അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൂടി എന്നോടൊപ്പം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെയുള്ള ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യണമെന്നാ മത്തായിക്കുട്ടി പറയുന്നത്? എന്ത് സ്വത്ത്? ഇതൊക്കെ ഒരു സ്വത്താണോ ചേട്ടത്തി? ഇതാർക്കെങ്കിലും വിൽക്കണം. എന്നിട്ട് ഇതിന്റെ 10 ഇരട്ടി ഭൂമി നമുക്ക് അവിടെ വാങ്ങിക്കാം. അതും നല്ല പൊന്നു വിളയുന്ന ഭൂമി.
എന്നിട്ട് സണ്ണിക്ക് അവിടെ വന്ന് നിന്ന് കൃഷിയോ ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ? സഹായത്തിന് ഞാനുമില്ലേ? കൂട്ടത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു ശക്തിയല്ലേ ഏടത്തി? സണ്ണി എന്തു പറയുന്നു? ഞാനെന്ത് പറയാൻ? അമ്മച്ചി വരട്ടെ. ഞാനാണോ പറയേണ്ടത്? ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോനെ? ആ, അതിരിക്കട്ടെ. ഇവിടെ നമ്മുടെ താമസം മാറ്റുന്നതിൽ സണ്ണിക്കെതിരുണ്ടോ? എനിക്കെന്താ എതിര്? ചിറ്റപ്പന്റെ അടുത്തേക്കല്ലേ? അപ്പോ ആലീസുമോടെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ? പഠിത്തമൊക്കെ അവിടെ വന്നതിന് ശേഷം ആയിക്കൂടെ? അവിടെ ഉള്ളവരാരും പഠിക്കുന്നില്ലെന്നാണോ ചേട്ടത്തിന്റെ വിചാരം? അപ്പൊ പിന്നെ എന്ത് പറയുന്നു മോനെ? നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാൻ അമ്മച്ചി. ചിറ്റപ്പനല്ലേ വിളിക്കുന്നത്. ദേ, അങ്ങനെ ബുദ്ധിപൂർവ്വം സംസാരിക്കുക. അപ്പൊ ഇത് വിൽക്കാൻ